പട്ടാമ്പി ഓക്സിജൻ പാർക്ക് പദ്ധതി നന്നായി നടപ്പാക്കാൻ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് താൽപര്യമില്ലെന്ന വിമർശനവുമായി മുഹമ്മദ് മുഹ്സിൻ MLA. ഓക്സിജൻ പാർക്കിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചേർന്ന യോഗത്തിലാണ് MLA വിമർശനമുന്നയിച്ചത്. അതേസമയം പാർക്കിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷം രൂപ കൂടി അനുവദിക്കുമെന്നും MLA പറഞ്ഞു. പട്ടാമ്പി ഓർച്ചാർഡിനോടനുബന്ധിച്ചാണ് ഫാം ടൂറിസം ലക്ഷ്യമിട്ട് ഓക്സിജൻ പാർക്ക് പദ്ധതി ആവിഷ്കരിച്ചത്. 1ാം ഘട്ടം പൂർത്തിയായതോടെ പാർക്ക് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. 5 കോടി രൂപയാണ് പദ്ധതിക്ക് വകയിരുത്തിയത്. എന്നാൽ തിരഞ്ഞെടുപ്പും മറ്റും കാരണം ശൗചാലയ സൗകര്യവും അനുബന്ധ സൗകര്യവും കാർഷിക വിപണന കേന്ദ്രവുമൊക്കെ ഒരുക്കുന്നത് നീണ്ടുപോയി. ഈ സാഹചര്യത്തിലാണ് പ്രവൃത്തികൾ വേഗത്തിലാക്കുന്നതിന് മുഹമ്മദ് മുഹ്സിൻ MLAയുടെ നേതൃത്വത്തിൽ ഓർച്ചാർഡിൽ യോഗം ചേർന്നത്. ഓക്സിജൻ പാർക്ക് പദ്ധതിയോട് ഉദ്യോഗസ്ഥർ വലിയ താല്പര്യമില്ലാത്തതായാണ് തോന്നിയിട്ടുള്ളതെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA വിമർശിച്ചു. അവിടെ ബിൽഡിംഗ് പെർമിഷൻ കിട്ടിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് അവിടുത്തെ കൃഷി വകുപ്പിന്റെ ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ പറ്റും. അപ്പൊ ബിൽഡിംഗ് പെർമിഷന് മുനിസിപ്പാലിറ്റിയിൽ ചെന്നപ്പോൾ ടോയ്ലറ്റ് നിർബന്ധമാണ് എന്നുള്ളത്. അപ്പൊ ടോയ്ലറ്റ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിന്റെ ഇടക്ക് ഈ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുകയും ഉദ്യോഗസ്ഥർ മാറിപ്പോവുകയൊക്കെ ചെയ്തു. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹം അടക്കമുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ആൾക്കാർ പുതുതായിട്ട് വന്നു. അപ്പൊ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങൾ അറിയാത്തൊരു സാഹചര്യം വരികയും ആ വർക്ക് അങ്ങനെ നിന്നുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായിരുന്നാലും ആ സാഹചര്യം മറികടന്ന് നമുക്ക് മുന്നോട്ട് പോകണം. ടോയ്ലറ്റ് പൂർത്തീകരിക്കണം, അനുബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ പൂർത്തീകരിക്കണം. പദ്ധതിയുടെ തുടർ പ്രവർത്തനത്തിന് 50 ലക്ഷം രൂപ കൂടി അനുവദിച്ചതായി MLA പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് മാസ്റ്റർ, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ എന്നിവരും ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള MLAയുടെ വിമർശനത്തോട് യോജിച്ചു. നിരവധി ആളുകൾ എത്തുന്ന പാർക്കിൽ ശൗചാലയങ്ങളുടെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താനുള്ള കേന്ദ്രങ്ങൾ സജീവമാക്കുന്നതോടെ കർഷകർക്ക് വിപണിയും വരുമാനവും ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഈ ചാനൽ ന്യൂസ്, പട്ടാമ്പി.